അപ്പോൾ അവിടെ ഇതാ പ്രോപ്പർട്ടീസ് വന്നിരിക്കുകയാണ്. കുറേ ബലൂൺസ് ഇവിടെ ഉണ്ട്, ഒരു റൈറ്റിംഗ് പാഡ് ഉണ്ട്, ഇവർ നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് സംഭവം എന്ന് ഞാൻ പറയാം. അതായത് നമ്മുടെ 2 ടീമിലെ അച്ഛന്മാർ ബലൂൺ എടുത്തിട്ട് വീർപ്പിക്കണം. ബലൂൺ വീർപ്പിച്ചിട്ട് നിങ്ങളുടെ ഭാര്യമാരുടെ കയ്യിൽ കൊടുക്കണം. അവരത് കെട്ടും. അവരത് കെട്ടിയിട്ട് നമ്മുടെ ദുർഗക്കുട്ടിക്കും അവിടെ കേദാറിനും ആ ബലൂൺ കൊടുക്കണം. മക്കൾ 2 പേരും ഈ റൈറ്റിംഗ് പാഡിൽ ആ ബലൂൺ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ തട്ടി 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 അവിടെ ഇരിക്കുന്ന ബാസ്ക്കറ്റിന്റെ അവിടെ വരെ എത്തിക്കണം. അവിടെ നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങൾ 2 പേരും അവിടെ നിൽക്കും. അവരവിടെ എത്തുമ്പോൾ ആ ബലൂൺ വാങ്ങിച്ചിട്ട് ആ ബാസ്ക്കറ്റിലേക്ക് ഇടും. നിങ്ങൾ 2 പേരും കാത്തുക്കുട്ടിയും രുത്യമോളും അവിടെ നിൽക്കണം. ഓക്കെ, ബാസ്ക്കറ്റിന്റെ യെസ്. അപ്പൊ നമ്മൾ ഇതാ ബോർഡ് പിടിച്ചു, 2 പേർക്കും ബോർഡ് കൊടുത്തു. ഓക്കെ, സോ റെഡി, 1 2 3 മ്യൂസിക്. ഇവന്മാരെന്തീ കാണിക്കാൻ പോകുന്നത്? കയ്യില് 2 ബോളൊക്കെ ഉണ്ടല്ലോ. നീ എന്താണ് കാണിക്കണേ? ഞാനേ പോളിടെക്നിക്ക് പഠിച്ചതാ. യന്ത്രങ്ങളുടെ പ്രവർത്തന രീതിയൊന്നും താൻ എന്നെ പഠിപ്പിക്കണ്ട. അത്രക്കായല്ലേ? ഉരുള ഉരുട്ടി വിഴുങ്ങണ പോലെ ഇതെന്താ വിചാരം? ഇതൊക്കെ ഒരു കലയാണ് ചേട്ടാ, കല. ഇതൊരു കാര്യം മറ്റേടത്ത് ഐഡിയ ആയിപ്പോയി. ഇന്നിനി വയ്യ, നാളെ വന്നും ബാക്കി വാങ്ങിച്ചോളാം. നിനക്ക് പറ്റൂലേ, കളഞ്ഞിട്ട് പോടേ. എനിക്ക് നീ മതിയായിട്ടില്ലല്ലേ? ജാങ്കോ, നീ അറിഞ്ഞ ഞാൻ പെട്ടു. സമയം തീരാറായി, സമയം തീരാറായി. One, 2, 3, 4, 5, 6, 7, 8, 9, 10. Time up! Time up! Time up! എന്തൊരു അലമ്പടേ. കണ്ണും കണ്ടൂടാ. ശിവനെ ഇല്ല. കാർത്തുകുട്ടി ഇവിടെ നിൽക്കൂ, നമുക്ക് നോക്കാം, നമുക്കൊന്ന് എണ്ണി നോക്കാം. സുരേഷ് ഏട്ടന്റെ ടീം ഞാൻ എണ്ണാം, മീ അവിടെ എണ്ണി പറയണേ. അപ്പൊ സുരേഷ് ഏട്ടന്റെ ടീമില് 1 2 3 4 5 6 7 8. നിങ്ങളോ? ദൈവമേ, അവിടെ കൂടുതലായി. 1 2 3 എന്ത് ജയിക്കും? 4 അവരിയ്ക്കുന്നു 5 6 7 8 9. സൂപ്പർ, നല്ല മിടുക്കിയായിട്ട് കളിച്ചു. രുദ്രക്കുട്ടി അടിപൊളിയായിട്ട് കളിച്ചു. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. കാരണം ഇവര് 8, അതായത് 2 ജസ്റ്റ് മിസ് ഉള്ളൂ. ചേട്ടന്റെ ആദ്യത്തെ ബലൂൺ വീർപ്പിച്ച ശരിയായില്ല, ആ ഷേപ്പ് ശരിയല്ലാത്തതുകൊണ്ടാണ്. അത് കറക്റ്റായി ഞാൻ എടുത്തുകൂടായിരുന്നു. അപ്പൊ കൺഗ്രാറ്റുലേഷൻസ്. അങ്ങനെ ഈ ഒരു ഗെയിമിൽ അടിപൊളി അടിപൊളി കേദാർ. ചേച്ചിയുടെ മാനം പോയില്ല. ജീവിതത്തിൽ പല കാര്യങ്ങളും തോൽവി, പക്ഷെ നിങ്ങൾ നല്ല നല്ല ആ ഒരു കോമ്പറ്റീഷൻ സ്പിരിറ്റിൽ എടുത്ത് കാര്യങ്ങൾ ചെയ്തു. നല്ല ഫാസ്റ്റ് ആയിട്ട് തന്നെ ചെയ്തു.